വനം വകുപ്പ് വന്നിട്ട് രാജിവെക്കേണ്ടതാണല്ലോ ഇവിടെ പ്രശ്നം. ഇവിടെ രാജിയുടേതല്ല പ്രശ്നം, എന്ത് വന്നാലും രാജി. ഇവിടെ വന്യമൃഗങ്ങൾ ആനയെ ആക്രമിച്ചു, ഉടനടി മന്ത്രിയുടെ രാജി. ഇത് ഈ കേരളത്തിൻ്റെ മാത്രം പ്രശ്നമല്ല. ഞാനതാണ് പറഞ്ഞത്, കർണാടകം, തമിഴ്നാട്, കേരളം വനമേഖലകളിലൊക്കെ എല്ലാ സംസ്ഥാന ഗവൺമെൻറ്റും അഭിമുഖീകരിക്കുന്ന പ്രശ്നമാണ്. കർണാടകയിൽ ആനയെ ആക്രമിച്ച ഒരാൾ കൊല ചെയ്യപ്പെട്ടപ്പോൾ അവിടുത്തെ മന്ത്രി രാജിവെക്കണമെന്ന് പറഞ്ഞു. അവിടുത്തെ കോൺഗ്രസ്സുകാർ പറഞ്ഞു, അവിടുത്തെ കോൺഗ്രസ് മന്ത്രി രാജിവെക്കണമെന്ന് പറഞ്ഞു. ഇത് വനമേഖലയിലുള്ളൊരു പ്രശ്നമാണ്. ആ പ്രശ്നങ്ങൾക്ക് ശാസ്ത്രീയമായ നിരീക്ഷണങ്ങളോടുകൂടി കൂടുതൽ പഠനങ്ങൾ നടത്തി ഈ വന്യമൃഗങ്ങളുടെ ആക്രമണങ്ങൾ പ്രതിരോധിക്കാനും ജനങ്ങളെ സംരക്ഷിക്കാൻ അതിന് ശാസ്ത്രീയമായ നിലപാട് എന്താണ് അത് കണ്ടെത്തിയ ശാസ്ത്രജ്ഞന്മാർ, ചിന്തകന്മാർ, വനപാലകന്മാർ, വനമേഖലയിലെ എക്സ്പേർട്സ്, പൊളിറ്റീഷ്യൻസ്, ഭരണകർത്താക്കൾ എല്ലാവരും കൂടിച്ചേർന്ന് ആലോചിച്ചുകൊണ്ട് ഫലപ്രദമായ നടപടി സ്വീകരിക്കണം. അതിൽ ഒരു പ്രധാനപ്പെട്ട ഭാഗം ഇപ്പോൾ കേരളത്തിലെ വനംവകുപ്പിന് തന്നെ ഫലപ്രദമായി വേറൊന്നും ചെയ്യാൻ കഴിയില്ല. അതാണ് ഞാൻ പറഞ്ഞത്, ആനയെ മയക്കുമരുന്ന് വെടിവെച്ച് കീഴ്പ്പെടുത്താൻ, അക്രമാസക്തമായ ആനയെ മയക്കുമരുന്ന് വെടിവെച്ച് അതിനെ കീഴ്പ്പെടുത്താൻ പോലും പാടില്ല എന്നാണ് കോടതിയുടെ വിധി. 72 പാസ്സാക്കിയ നിയമമാണ്. ആ നിയമത്തെ ഏതെങ്കിലും ഉദ്യോഗസ്ഥൻ ലംഘിച്ചാൽ ആ ഉദ്യോഗസ്ഥന് പണിഷ്മെൻ്റാണ്. അതുകൊണ്ട് ഉദ്യോഗസ്ഥന്മാർ ചെയ്യില്ല. മന്ത്രി പറഞ്ഞാൽ അനുസരിക്കുമോ? നിയമങ്ങൾക്കും ചട്ടങ്ങൾക്കും അനുസരിച്ചല്ലേ അവർക്കും പ്രവർത്തിക്കാൻ സാധിക്കൂ. അതുകൊണ്ട് മന്ത്രി രാജിവെക്കണം എന്നൊക്കെ രാഷ്ട്രീയമായിട്ട് ഇങ്ങനെ പറഞ്ഞു നടക്കുക എന്നുള്ളതല്ലാതെ എന്താവശ്യത്തിന് വേണ്ടിയിട്ടാണ്? മന്ത്രി ഇവിടെ എന്താ തെറ്റ് ചെയ്തത്? ഏതെങ്കിലും മന്ത്രിയോ രാഷ്ട്രീയ പാർട്ടികളോ ആളുകളോ ആണോ ആനയെയും ഈ പന്നിയെയും ഈ കാട്ടുപോത്തിനെയൊക്കെ അയക്കുന്നത്? അത് മനസ്സിലാക്കുന്നൊരു പ്രാഥമികമായ ചിന്തയെങ്കിലും ഈ കേരളത്തിലെ പ്രതിപക്ഷത്തിന് വേണ്ടേ? BJPക്കും കോൺഗ്രസിനും ഉണ്ടാകണ്ടേ? ഇവിടെ മരണപ്പെട്ടിരിക്കുന്നവർക്ക് നഷ്ടപരിഹാരം കൊടുക്കാൻ കേന്ദ്ര ഗവൺമെൻറ് മുന്നോട്ട് വരണം. വനം കേന്ദ്രഭരണ നിയന്ത്രണാധികാര മേഖലയാണ്. വന നിയമം പാസ്സാക്കിയത് കേന്ദ്ര ഗവൺമെൻറ്റാണ്. അതിൻ്റെ ഫലമാണ് ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടത് കേന്ദ്ര ഗവൺമെൻറ്റാണ് നഷ്ടപരിഹാരം കൊടുക്കണം. സംസ്ഥാന ഗവൺമെൻറ് കൊടുക്കുന്നുണ്ട്, അതുപോരാ കേന്ദ്ര ഗവൺമെൻറ്റും അതിനേക്കാളും മെച്ചപ്പെട്ട നിലയിൽ സഹായങ്ങൾ കൊടുക്കാൻ മുന്നോട്ട് വരണം. നിങ്ങൾ പറഞ്ഞത് നന്നായി. ഈ ഫെൻസിങ് അത് യഥാർത്ഥത്തിൽ ആദ്യകാലത്തൊക്കെ ഫലപ്രദമായിരുന്നു. അതുപോലെ തന്നെ ഈ വനമേഖലയ്ക്ക് ചുറ്റും കമ്പിവേലി കെട്ടി വൈദ്യുതി പ്രവഹിപ്പിക്കും. അത് ആന മനസ്സിലാക്കി. ആന എന്ത് ചെയ്യുന്നു? വലിയ തടി മുറിച്ച് കൊണ്ടുവന്ന് ഇതിനെ മേലേയും കിട്ടും. ഷോർട്ട് സർക്യൂട്ട്, എല്ലാം ബ്രേക്കായി പോകും, ആന കടന്നു പോകും. ഫെൻസിങ് ശരി ഒരു കാഴ്ചപ്പാടാണത്. കേരള ഗവൺമെൻറ് 620 കോടി രൂപയുടെ ഒരു പ്രോജക്റ്റ് തയ്യാറാക്കി കേന്ദ്ര ഗവൺമെൻറ് കൊടുത്തു. അതായത് വന്യമൃഗങ്ങളിൽ നിന്നും വനമേഖലയെ സംരക്ഷിച്ച് ജനങ്ങളെ സംരക്ഷിക്കാൻ, ആനക്കൂട്ടങ്ങൾ, വന്യമൃഗങ്ങൾ വരാതിരിക്കാനുള്ള ഒരു സംരക്ഷണ കേന്ദ്രം സൃഷ്ടിച്ചെടുക്കാൻ 620 കോടി രൂപയുടെ പ്രൊജക്റ്റ് തയ്യാറാക്കി കേന്ദ്ര ഗവൺമെൻറ് കൊടുത്തു. കേന്ദ്ര ഗവൺമെൻറ് അത് സംബന്ധിച്ച് ഒരു നടപടി ഇന്നുവരെ സ്വീകരിച്ചില്ല. അവസാനം കേന്ദ്ര ഗവൺമെൻറ് മുമ്പാകെ അഭ്യർത്ഥിച്ചു, നിങ്ങളതിൻ്റെ ഒരു 60% തരൂ, നമ്മളിത് ആരംഭിക്കാം, ഇവിടെ നടപ്പിലാക്കാം. അതിനൊരു സഹായം ചെയ്യണ്ടേ? കേന്ദ്ര ഗവൺമെൻറ് ജനങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള വനമേഖലയിൽ നടപ്പിലാക്കേണ്ട പദ്ധതിയെക്കുറിച്ച് ഗവൺമെൻറ് കൊടുത്തിട്ടുള്ള പദ്ധതിക്ക് അംഗീകാരം കൊടുത്തില്ല. രണ്ടാമത്തെ അതിനുവേണ്ടി 620 കോടി രൂപയുടെ സഹായം അഭ്യർത്ഥിച്ചു, അതും കൊടുത്തില്ല. ഇതൊന്നും കൊടുക്കാത്ത BJP ആണ് പറഞ്ഞു നടക്കുന്നത്. കേരളത്തിലെ ഗവൺമെൻറ് ഈ കാര്യങ്ങൾ ജാഗ്രതയോടുകൂടി പ്രവർത്തിച്ചിട്ടുണ്ട്. ആ പ്രോജക്റ്റിന് സഹായം തരണം എന്ന് തന്നെയാണ് ഇപ്പോഴും കേരള ഗവൺമെൻറ് ആവശ്യപ്പെടുന്നത്.